ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്മാനി പണ്ഡിതന്മാരുടെ സംഭാവനകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാമിക ലോകത്ത് വൈജ്ഞാനിക വ്യവഹാരങ്ങളെന്ന് പറയുമ്പോൾ അറബ്, പേർഷ്യൻ, സൗത്ത് ഏഷ്യൻ പ്രദേശങ്ങളിലുള്ള പണ്ഡിതന്മാരുടെ വൈജ്ഞാനിക വ്യവഹാരങ്ങളെക്കുറിച്ചിട്ടാണ് പ്രധാനമായും ചർച്ച ചെയ്യാറും അവരുടെ രചനകളെക്കുറിച്ചിട്ടുള്ള വിശകലനങ്ങൾ ഉണ്ടാകാറുള്ളതും. അതിനെക്കുറിച്ച് തന്നെ തുർക്കി കേന്ദ്രീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാർക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിരവധി പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ആധുനിക പണ്ഡിതന്മാർ, ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങളിലും വൈജ്ഞാനിക വ്യവഹാരങ്ങളിലുമെല്ലാം മുസ്ലിം പണ്ഡിതന്മാരുടെ, പ്രത്യേകിച്ച് ഉസ്മാനി പണ്ഡിതന്മാരുടെ സംഭാവനകളെ പരാമർശിക്കാതെ പോകുന്നതും, അത് പേർഷ്യൻ, ഏഷ്യൻ, കൂടി വന്നാൽ യൂറോപ്പ് അടക്കമുള്ള പണ്ഡിതന്മാരെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പോലും തുർക്കിയുടെ മുൻകാല ചരിത്രത്തിൻ്റെ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെക്കുറിച്ച് പരാമർശിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് അവർ പറയുന്നത് ഇത് ഒരു തരത്തിലുള്ള വംശീയമായ വിവേചനത്തിൽ നിന്നാണോ എന്ന ചില സംശയങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട അവിടുത്തെ സോഷ്യോളജിസ്റ്റായ ഷെരീഫ് മർദീൻ, അദ്ദേഹം നിരവധി രചനകൾ എഴുതിയിട്ടുണ്ട്. മോഡേണിറ്റിയുമായി ബന്ധപ്പെട്ടും ആധുനിക തുർക്കി സാമൂഹിക ചലനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രചനകൾ നമുക്ക് അദ്ദേഹത്തിൻ്റെതായി കാണുവാൻ കഴിയും. ആ രചനകളിലെല്ലാം, അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു വിഷയം ഇതുകൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഉസ്മാനി ഖിലാഫത്തിനെ കുറിച്ചും അവരിലൂടെ ഉണ്ടായ അഡ്മിനിസ്ട്രേഷൻ്റെ നിരവധി തരത്തിലുള്ള വികാസങ്ങളെക്കുറിച്ചും അവരിലെ പണ്ഡിതന്മാരെക്കുറിച്ചും അവരുടെ സംഭാവനകളെക്കുറിച്ചും ഇസ്ലാമിക ലോകം വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യാത്തത് എന്നുള്ള ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്മായിൽ കാര എന്ന് പറയുന്ന മറ്റൊരു സോഷ്യോളജിസ്റ്റ്, അദ്ദേഹവും തുർക്കിക്കാർക്കെതിരെയുള്ള ഒരു തരത്തിലുള്ള വംശീയ മനോഭാവമാണോ എന്ന രീതിയിൽ പോലും ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്തു തന്നെയാണെങ്കിലും നമുക്ക് തന്നെ പരിചയമുള്ള നമ്മളുടെ സിലബസുകളിൽ, കേരളത്തിലാവട്ടെ അത് ഇന്ത്യയിൽ എവിടെയും ആവട്ടെ, സിലബസുകളിൽ ഏറ്റവും അവസാനം ഉസ്മാനി ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു ഭാഗം ഉൾപ്പെടുത്തുകയും ആ ഭാഗത്തിൽ ഒരു ഒട്ടോമൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയെക്കുറിച്ചിട്ടുള്ള ഒരു ഉപരിപ്ലവമായ ചർച്ചകളിലൂടെ എങ്ങനെയെങ്കിലും തീർക്കുക എന്ന തരത്തിലുള്ള ഒരു സിലബസ് ക്രമമാണ് നമുക്ക് പോലും കാണുവാൻ കഴിയുന്നത്. ഇന്ത്യ ആവട്ടെ, സൗത്ത് ഏഷ്യ ആവട്ടെ, അറബ്, പേർഷ്യൻ പണ്ഡിതന്മാരെക്കുറിച്ചും ഈ അന്തുലിസ് അടക്കമുള്ള യൂറോപ്യൻ ഭാഗത്തെ പണ്ഡിതന്മാരെക്കുറിച്ചും വിശദമായ പഠനങ്ങളും അവരുടെ രചനകളെക്കുറിച്ചിട്ടുള്ള വിശകലനങ്ങളും അവരുടെ ട്രാൻസ്ലേഷനുകളും അതിനെക്കുറിച്ചുള്ള ഹാഷകളും നിലനിൽക്കെ തന്നെ ഉസ്മാനി പണ്ഡിതന്മാരെയും പിന്നെ ആധുനികരായ തുർക്കിഷ് സ്കോളേഴ്സിൻ്റെയും സംഭാവനകളെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാതെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്കറിയാം. കേരളത്തിൻ്റെ ഒരു പൊതു അവസ്ഥ ആലോചിച്ച് നോക്കുക. ലോകത്തുള്ള എല്ലാ വൈജ്ഞാനിക വ്യവഹാരങ്ങളും വളരെ പെട്ടെന്ന് എത്തുന്ന ഒരു സംസ്ഥാനമായിരിക്കെ തന്നെ, ഒരു വൈജ്ഞാനിക വ്യവഹാരം നടക്കുന്ന ഒരു പ്രദേശമായിരിക്കെ തന്നെ, എന്നാൽ തുർക്കിയിൽ നിന്നുള്ള അവരുടെ ചലനങ്ങളെയും അവരുടെ വിശദീകരണങ്ങളും ഈയടുത്ത് മാത്രമാണ് തുർക്കിയെക്കുറിച്ചും ഉസ്മാനികളെക്കുറിച്ചും കേരളത്തിൽ ചർച്ചകൾ സജീവമായത്. മുമ്പ് കാലത്ത് ഉസ്മാനി ഖിലാഫത്തും അല്ലെങ്കിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റും അതിനുശേഷം നമ്മുടെ അതുമായി കേരളത്തിലുണ്ടായ സംഭവവികാസങ്ങളെയും ബന്ധപ്പെടുത്തി മാത്രമുള്ള ഒരു കണക്ഷനാണ് പൊതുവെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതും നമുക്ക് തുർക്കി ഖിലാഫത്തുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നതും. അല്ലാതെ വിശാലമായ തരത്തിൽ മുമ്പ് അറക്കൽ ഡൈനാസ്റ്റിക്കും അതിനുശേഷം മമ്പ്രം തങ്ങൾക്ക് മാത്രമുള്ള ചില ബന്ധങ്ങൾക്ക് അത് ഒഴിച്ചു നിർത്തിയാൽ നല്ലൊരു ശതമാനം വിഷയങ്ങളെക്കുറിച്ചും ഒട്ടോമൻ ടർക്കിഷ് വിഷയങ്ങളെക്കുറിച്ചും അജ്ഞരായിരുന്നു മലയാളികൾ എന്നും പറയുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് തുർക്കിയുടെ അല്ലെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ചരിത്രത്തിലുള്ള അവിടുത്തെ പണ്ഡിതന്മാരെക്കുറിച്ചുള്ള ഒരു അവബോധമെങ്കിലും നമുക്കുണ്ടാവണമെന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നത്. അത് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ചരിത്രം തുടങ്ങുമ്പോൾ തന്നെ നിരവധി പണ്ഡിതന്മാർ ആ ഭാഗത്ത്, പ്രത്യേകിച്ച് ഉസ്മാനി
എർത്തുഗുലും അദ്ദേഹത്തിൻ്റെ പിതാവ് സുലൈമാൻ ഷായും പിന്നീട് ഉസ്മാൻ ഖാനും ഒക്കെയുള്ള കാലഘട്ടത്തിൽ അവരുടെ ഒരു ആധിപത്യം തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ ഒട്ടോമൻ ഖിലാഫത്തിൻ്റെ ആധിപത്യം പ്രധാനമായും 3 ഘട്ടങ്ങളായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ബെയ്ലിക് എന്ന് വിളിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരി എന്ന തരത്തിലുള്ള ഒരു പൊസിഷനാണ്. പിന്നീട് ഒരു പകുതി 1400-കളോളം എത്തുന്നതോടുകൂടി അതൊരു സൽത്തനത്തായി മാറുന്നു. സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹിൻ്റെയൊക്കെ ഒരു കാലഘട്ടം സൽത്തനത്തിൻ്റെ കാലഘട്ടമാണ്. പിന്നെ സലീം ഒന്നാമൻ്റെ 1522 മുതൽ അദ്ദേഹം ഉസ്മാനികളെ ഖിലാഫത്തിൻ്റെ ആൾക്കാരായി പ്രഖ്യാപിക്കുന്നതോടുകൂടി, അതായത് ഖിലാഫത്തുൽ ഉസ്മാനിയ എന്ന രീതിയിൽ പദം മാറ്റുന്നതോടുകൂടി തന്നെയാണ് പിന്നീട് ഒരു മൂന്നാമത്തെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഒട്ടോമൻ ഹിസ്റ്ററിയിൽ പോലും ഉണ്ടാവുന്നത്. ഈ ഒരു ചരിത്രത്തിലെല്ലാം അവരുടെ വികാസങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ മാർഗദർശികളായി നിന്ന അവരുടെ ഈ തുർക്ക് വംശീയ ബോധത്തിൽ നിന്നും ഒരു ഇസ്ലാമിക ഭാവം നൽകുന്നതിലും അതുപോലെ തന്നെ പുതുതായി ഇസ്ലാം സ്വീകരിച്ച പുതിയ തുർക്കിക് വംശജരായ പുതിയ ഗോത്രങ്ങൾക്കിടയിൽ ഇസ്ലാമിക വ്യാപനത്തിനും നേതൃത്വം കൊടുത്തിയത് നിരവധി പണ്ഡിതന്മാരാണ്. അത് പലതും ത്വരീഖത്തുകളുമായി ബന്ധമുള്ള പണ്ഡിതന്മാരായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണുവാൻ കഴിയും. ഹാജി ബക്തഷി വലി 1209 ജനിച്ച് 1271 മരണമടയുന്ന ഹാജി ബക്തഷി വലിയുടെ ബക്തഷിയ സിൽസില ആദ്യഘട്ടത്തിൽ ഉസ്മാനികളുടെ തന്നെ ഒരു പാരാമിലിറ്ററിയായി വർത്തിക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഉസ്മാനികളുടെ അധീന പ്രദേശങ്ങൾക്കിടയിൽ ഇസ്ലാമിക വ്യാപനത്തിനും പ്രബോധന പ്രവർത്തനത്തിനും പഠനത്തിനും ഇസ്ലാഹിനും എല്ലാത്തിനും നേതൃത്വം നൽകിയ ഒരു വിഭാഗമായിരുന്നു ബക്തഷിയ സിൽസില. അതിൻ്റെ നേതാവ് ഹാജി ബക്തഷി വലിയുടെ ചിന്തകൾ ഉസ്മാനികളുടെ തുടക്കത്തിൽ തന്നെ ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്നു. അതുപോലെ തന്നെയാണ് ഹാജി എബ്രാൻ വലി, അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവായിരുന്ന ഫാത്തിമ ബജി പോലുള്ള സ്ത്രീകൾ. അവരും ഈ തരത്തിലുള്ള ഇസ്ലാമിക വ്യാപനത്തിനും പണ്ഡിതപരമായ നേതൃത്വം നൽകിയിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് ഉസ്മാന്റെ തന്നെ ജീവിതത്തിലുള്ള ഹാജി ഷെയ്ഖ് എബദാലിയനെ പോലുള്ള ദുർസുൻ ഹോജയെ പോലുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരും ഇതിലെ നമ്മൾ എടുത്തു പറയേണ്ട ആൾക്കാരാണ്. കാരണം ഇവരുടെയൊക്കെ പേര് പരാമർശിക്കുന്നത് അക്കാലഘട്ടത്തിലുള്ള ഒരു ഇസ്ലാം എന്ന് പറയുന്നത് തുർക്കിക് വംശീയ ബോധം, തുർക്കിക് കൾച്ചർ, അതുപോലെ തന്നെ അവരുടെ മുൻഗാമികളെക്കുറിച്ചുള്ള കഥകൾ, അതിൻ്റെ ഒരു ഹീറോയിസം, അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ എന്നിവയിൽ ഒതുങ്ങി നിന്നിരുന്ന ആ ലോകത്തെ ഇസ്ലാമിലേക്കും ബദറിലേക്കും ഉഹുദിലേക്കും ഹുനൈനും അതുപോലെ തന്നെ ഖന്തക്, ഹൈബർ പോലുള്ള യുദ്ധചരിത്രത്തിലേക്കും അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു തരം ജിഹാദി വികാരമൊക്കെ രൂപപ്പെടുത്തുവാൻ പോലും ഈ പണ്ഡിതന്മാർ പ്രധാനമായും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതും കൂടിയാണ്. കാരണം ഉസ്മാനികളുടെ ഒരു വളർച്ച ക്രമപ്രവൃത്തമായിരുന്നു. അതിലെല്ലാം ഒരു ഇസ്ലാമിക ഒരു ആവേശം നൽകുന്നതിൽ ഈ ചരിത്രം തന്നെ പ്രധാനപ്പെട്ട കാരണമായിരുന്നു, പ്രധാനപ്പെട്ട ഒരു മീഡിയം കൂടിയായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് ഈ ആദ്യ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരും കൂടിയാണ്. ഈ ഞാൻ പറഞ്ഞതുപോലെ ഷെയ്ഖ് അഹമ്മദ് യസബി മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താധാരയാണ് പിന്നീട് നക്ഷബന്ദി ത്വരീഖത്ത് ഏറ്റെടുക്കുകയും ആ നക്ഷബന്ദി ത്വരീഖത്ത് ഉസ്മാനി ഖിലാഫത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബാക്ക് ബോണായി വർത്തിക്കുകയും ചെയ്തിരുന്നു നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ പണ്ഡിതന്മാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബക്തഷി വലി, എബ്രാൻ വലി, ദുർസുൻ ഹോജ, അതുപോലെ തന്നെ എബദാലിനെ പോലുള്ള പണ്ഡിതന്മാർ ഒരു ഭാഗികമായ സ്വാധീനമാണ് ചെലുത്തിയെങ്കിൽ പോലും ഒട്ടോമൻ ഖിലാഫത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ സ്വാധീനമുണ്ടായിരുന്നത് ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബിയുടെ സ്വാധീനമായിരുന്നു. അത് സാധാരണ ഇബ്നു അറബിയെ ഒരു സൂഫി പണ്ഡിതനെന്നോ ഫിലോസഫറെന്നോ അല്ലെങ്കിൽ ഒരു പോയറ്റെന്നോ ആ ഒരു തരത്തിലുള്ള ഇൽമുൽ കലാമിൻ്റെ ചർച്ച നടത്തുന്ന ഒരാളെന്നോ തരത്തിലുള്ള വിശദീകരണമാണ് പൊതുവേ ലോകത്ത് ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിലുള്ളത്. എന്നാൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തന്നെ ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു സാങ്കേതിക സംജ്ഞ നൽകുന്നതിൽ പോലും അത് ഷെയ്ഖ് ഇബ്നു അറബിയുടെ സംഭാവനകൾ വളരെ വലുതാണ്. അതിനു മുമ്പ് നമുക്കൊന്നറിയാം, കാരണം ഇസ്ലാമിക ലോകത്ത് സുന്നികളായ ആൾക്കാർ അവരുടെ കാഴ്ചപ്പാടിൽ അത് അയിമ്മത്തുമിൻ ഖുറൈശികളിൽ നിന്നുള്ള ലീഡേഴ്സ് ആവണം, ഖലീഫമാർ എന്ന് പറയുന്ന ഒരു സുന്നി ഫിലോസഫി അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള ആ ഒരു വിശദീകരണത്തിനപ്പുറം മറ്റൊരു രാഷ്ട്രീയ ചിന്ത സമർപ്പിച്ച പണ്ഡിതനാണ് ഷെയ്ഖ് ഇബ്നു അറബി. കാരണം അദ്ദേഹം പറഞ്ഞു, തുർക്കികൾ അറബികളല്ല, തുർക്കിക് വംശജരാണ്, അവർ മറ്റൊരു റേസാണ്.
അപ്പോൾ അദ്ദേഹം അതിനുള്ള ഒരു ചിന്താധാര മുന്നിൽ വെച്ചത് ഖിലാഫത്തു റസൂലില്ല എന്നതിന് പകരം ഖിലാഫത്തുള്ള എന്ന് പറയുന്ന ഒരു ആശയമാണ് അദ്ദേഹം സമർപ്പിച്ചത്. ആ ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് പിന്നീട് ഷേഖ് ഇബ്നു അറബിയുടെ ശിഷ്യന്മാരായ സദറുദ്ദീൻ ഖുനാവിയും ഷേഖ് ഇറാഖിയും അടക്കമുള്ള പിൽക്കാല പണ്ഡിതന്മാർ അത് വിശദീകരിക്കുകയും ആ വിശദീകരണത്തിൻ്റെ ഫലമായി കൊണ്ട് തന്നെ ഉസ്മാനി സൽത്തനത്ത് ഉസ്മാനി ഖിലാഫത്തായി മാറുന്ന ഒരു ചരിത്ര നിമിഷം പോലും ഉണ്ടാവുന്നുണ്ട്. അത്രത്തോളം സ്വാധീനം ഇബ്നു അറബിയുടെ ചിന്തകൾ ഉസ്മാനി പൊളിറ്റിക്കൽ തോട്ടിൽ നമുക്ക് ആഴത്തിൽ കാണുവാൻ കഴിയുമെന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അത് ഷേഖ് ഇബ്നു അറബിയുടെയും ശിഷ്യഗണന്മാരുടെയും സ്വാധീനം പിന്നീട് അവസാനം ഉസ്മാനികളുടെ ചരിത്രത്തിൻ്റെ അവസാനം വരെ നമുക്ക് കാണുവാൻ കഴിയും. ഈ അടുത്ത് ഞാൻ തന്നെ പബ്ലിഷ് ചെയ്ത തസവുഫ് ത്വരീഖത്തുകളുടെ ചരിത്രാഖ്യാനങ്ങൾ എന്ന് പറയുന്ന രചനയിൽ ഈ ഷേഖ് ഇബ്നു അറബിയുടെ ചിന്തകളെക്കുറിച്ചും അത് ഉസ്മാനി ഖിലാഫത്തിൻ്റെ അവസാനം വരെയും ഏത് തരത്തിൽ സ്വാധീനം ചെലുത്തിയെന്നും വിശദീകരിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കുവാൻ താല്പര്യമുള്ളവർ അത് വാങ്ങി വായിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേറെയും നിരവധി തവണ 1400കളിലും 500കളിലും ഉസ്മാനികളുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറിയത് അവിടെയുള്ള പണ്ഡിതന്മാരാണ്. അതായത് ആദ്യത്തെ ഷേഖുൽ ഇസ്ലാം അത് മുല്ല ഫെനാരി എന്ന് വിളിക്കുന്ന മുല്ല ഷംസുദ്ദീൻ ഫെനാരി എന്ന് വിളിക്കുന്ന പണ്ഡിതനാണ്. 1350 ജനിക്കുകയും 1421 മരണമടയുകയും ചെയ്ത പണ്ഡിതനാണ്. അദ്ദേഹത്തെ ആദ്യത്തെ ഷേഖുൽ ഇസ്ലാം എന്നാണ് വിളിക്കുന്നത്. അക്കാലഘട്ടത്തിലെ അഗ്രഗണ്യനായ പണ്ഡിതനും കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വിജയവുമായി ബന്ധപ്പെട്ട് സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് സെക്കൻഡിനെ രണ്ടാമനെ ആ ഒരു വികാരത്തിലേക്കും വിചാരത്തിലേക്കും ആ ഒരു വിജയത്തിലേക്കും കീഴടക്കലിലേക്കും അദ്ദേഹത്തെ കൊണ്ടു ചെല്ലുന്നത് അത് അക്ഷംസുദ്ദീൻ എന്ന് വിളിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലൂടെയും മാർഗദർശനത്തിലും കൂടെയാണ് പിന്നീട് ഷേഖ് ഇദ്ദേഹം മുഹമ്മദ് ഫാത്തിഹ് രണ്ടാമൻ്റെ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കലുണ്ടാവുന്നതും അത് ഇസ്താംബൂളായി പരിവർത്തിക്കപ്പെടുന്നതെന്നും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതേ ഘട്ടത്തിൽ തന്നെ ഉസ്മാനികൾക്കിടയിലെ പ്രധാനപ്പെട്ട മറ്റു ചില പണ്ഡിതന്മാരാണ് ബൈറാൻ വലി. അദ്ദേഹത്തെക്കുറിച്ച് ഈ അടുത്ത് ഒരു സീരീസ് പോലും വന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ബൈറാൻ വലിയുടെ ഹാജി ബൈറാൻ വലിയുടെ അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ്, ഷേഖാണ് സൊമഞ്ചു ബാബ എന്നറിയപ്പെട്ടിരുന്ന ഷേഖ് ഹാമിദി വലി എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയായ ചരിത്രം ഉസ്മാനി ചരിത്രം രേഖപ്പെടുത്തുന്നത് ഉസ്മാനികൾക്കിടയിലും ശിഷ്യന്മാർക്കിടയിലും വല്ലാത്ത ഒരു കീർത്തി ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം രഹസ്യമായി ആ ഭാഗത്തു നിന്ന് മാറുകയും പിന്നീട് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയും അവിടെയും ചില ശിഷ്യന്മാരെ ഉണ്ടാക്കുകയും നിരന്തരം ഒരു സ്ഥലത്ത് താമസിക്കാത്ത ആളായിരുന്നു. കാരണം കൂടുതൽ ഒരു ഒരു പോപ്പുലാരിറ്റി വേണ്ട എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് നിരവധി ശിഷ്യഗണങ്ങളെയും നമുക്ക് ഉസ്മാനി ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതുപോലെയാണ് ഉസ്മാനികളുടെ നിരവധി മേഖലകൾ. ഞാൻ ഈ പറയുന്നതെല്ലാം ഒരു കൺവെൻഷണൽ സ്കോളേഴ്സ് എന്ന നിലയിൽ മാത്രമല്ല, വിവിധ മേഖലകളിലും കൂടി കഴിവ് തെളിയിച്ച പണ്ഡിതന്മാരാണ്. അത് ഫിഖ് ആവട്ടെ, ഹദീസ് ആവട്ടെ, തഫ്സീർ ആവട്ടെ, ചരിത്ര രചനയുടെ കാര്യത്തിലാവട്ടെ, എല്ലാത്തിലും ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പണ്ഡിതന്മാരും കൂടിയാണ് ഇവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെയാണ് വേറെയും ചില പണ്ഡിതന്മാരെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അത് പ്രധാനമായും രേഖപ്പെടുത്തുന്നത് കാരാ മുസ്തഫയുടെ സൂഫി ഏർലി പീരീഡ് എന്ന് പറയുന്ന രചനയിലും അതുപോലെ തന്നെ ഹുസൈൻ ഇൽമാസ് പബ്ലിഷ് ചെയ്ത കാലിഫേറ്റ് റീഡിഫൈൻഡ് എന്ന് പറയുന്ന സൂഫികളുടെ അടിസ്ഥാനത്തിലുള്ള ഉസ്മാനി പൊളിറ്റിക്കൽ തോട്ടിനെ കുറിച്ച് പറയുന്ന ആ രചനയിലും 15-16 നൂറ്റാണ്ടുകളിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെ കോൺട്രിബ്യൂഷൻ അദ്ദേഹം ആ രചനകളിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കൂടുതൽ റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് ആ രചനകൾ വായിക്കാവുന്നതാണ്. അതേപോലെ തന്നെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബക്തഷി സൂഫി സിൽസിലയുടെ സ്വാധീനം 1880കളിൽ വരെ ഉണ്ടായിരുന്നതായി കാണുവാൻ കഴിയും. ഞാൻ ഈ സൂഫി സിൽസില എന്ന് പറയുന്നത് ത്വരീഖത്തിൻ്റെ ഒരു പേരെന്ന് മാത്രമല്ല, അവർക്കിടയിൽ നിരവധി പണ്ഡിതന്മാർ, നിരവധി അഡ്മിനിസ്ട്രേറ്റീവ്, ഷെയ്ഖുൽ ഇസ്ലാം, ഗ്രാൻഡ് മുഫ്തി സ്ഥലങ്ങളിൽ അലങ്കരിച്ചിരുന്നു എന്നും അതുപോലെ അവർക്ക് ശക്തമായ സ്വാധീനം ഉസ്മാനികളുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നുവെന്നും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഉസ്മാനികൾക്കിടയിൽ ഒരുപക്ഷെ കേരളത്തിൽ ഇനിയും മൗലാന റൂമിയെപ്പോലെ തന്നെ കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടേണ്ട ഒരു കവിയാണ് അല്ലെങ്കിൽ ഒരു പണ്ഡിതനാണ് യൂനുസ് എംറെ.
1238 ജനിക്കുകയും 1320 മരണമടയുകയും ചെയ്ത മഹാനായ ഒരു പണ്ഡിതനും കവിയും കൂടിയാണ് യൂനുസ് എംറെ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ന് ആധുനിക തുർക്കിയിൽ നിരവധി ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ആ യൂനുസ് എംറെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ നമുക്ക് പേരുകൾ കാണുവാൻ കഴിയും. മൗലാന റൂമിയും നമുക്കെല്ലാവർക്കും പരിചിതമായതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇവരൊക്കെയും കാവ്യ മേഖലകളിലും ഗദ്യ മേഖലകളിലും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കും കൂടി നേതൃത്വം കൊടുത്തവരാണ്. മൗലാന റൂമിയെക്കുറിച്ചും നിരവധി തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ വിവാദങ്ങളോ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകം കൂടിയാണ് കേരളം എന്ന് വ്യക്തമായി അറിയാം. എന്നാൽ പോലും തുർക്കിക്കാർക്കിടയിൽ, ഉസ്മാനികൾക്കിടയിൽ മൗലാന റൂമിയുടെ അദ്ദേഹത്തിൻ്റെ റൂമിയ അല്ലെങ്കിൽ മൗലവിയ എന്ന് വിളിക്കപ്പെടുന്ന ത്വരീഖത്തിനും ആ ത്വരീഖത്തിൽ ഉയർന്നു വന്ന പണ്ഡിതന്മാരുടെയും സ്വാധീനം അതിശക്തമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇതല്ലാതെ തന്നെ വേറെയും പണ്ഡിതന്മാർ അവർക്കിടയിൽ വന്നിട്ടുണ്ട്. ഉസ്മാനികളുടെ തന്നെ ഒരു തിയോളജിക്കൽ ഡൈമെൻഷൻ അത് അഷ്അരിയോ അല്ലെങ്കിൽ മുഅ്തസിലി ഫിലോസഫിയോ ആയിരുന്നില്ല. അവരുടെ അബുൽ ഹസൻ മാതുരീദി, മൻസൂർ മാതുരീദി എന്ന് വിളിക്കപ്പെടുന്ന ഇമാം മാതുരീദിയുടെ 1863 ജനിക്കുകയും 944 മരണമടയുകയും ചെയ്ത ഇമാം അബു മൻസൂർ അൽ മാതുരീദി, അദ്ദേഹത്തിൻ്റെ തിയോളജിയാണ് തുർക്കിക് മേഖലകളിലും ഉസ്മാനി മേഖലകളിലും ഏറ്റവും കൂടുതൽ വ്യാപിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഹനഫി മദ്ഹബും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉസ്മാനി തുർക്കി ഇസ്ലാം എന്ന് വിളിക്കപ്പെടുന്നത് അത് പ്രധാനമായും സൂഫി ഡൈമെൻഷനുള്ള, ഹനഫി മദ്ഹബിൻ്റെ ഒരു പശ്ചാത്തലമുള്ള, മാതുരീദി ഇൽമുൽ കലാം തിയോളജിയുടെ ഒരു പശ്ചാത്തലമുള്ള ഒരു ഇസ്ലാം എന്ന രീതിയിലാണ് ഒട്ടോമൻ തുർക്കിഷ് ഇസ്ലാം എന്ന പേരിൽ അവിടുത്തെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ അറിയപ്പെടുന്നത്. ഇത് ഏകദേശം ആ ഒരു കാലത്തിലാണെങ്കിൽ പിന്നെ ചരിത്ര മേഖലകളിലും നിരവധി പണ്ഡിതന്മാരുടെ പേരും നമുക്ക് കാണുവാൻ കഴിയും. അത് താഷ്കോപ്രു അഹമ്മദ് എഫന്തി ഉസ്മാനികളുടെ ചരിത്രം പ്രധാനമായും രേഖപ്പെടുത്തുന്നത് 1500കളിലാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കങ്ങളിലും പോലും പിന്നീട് അങ്ങോട്ടാണ്. കാരണം അതിനു മുമ്പ് ചരിത്രകാരന്മാരെക്കുറിച്ചും അറിയപ്പെട്ട എസ്റ്റാബ്ലിഷ്ഡായ ചരിത്രകാരന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു 15-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടാണ്. അതിനും ചില പണ്ഡിതന്മാർ കാരണം പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കലുമായി ബന്ധപ്പെട്ട് പുതിയ ചരിത്രങ്ങൾ രേഖപ്പെടുത്തേണ്ട ഒരാവശ്യകത രൂപപ്പെടുകയും യൂറോപ്പിലേക്കും ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കുമുള്ള മുസ്ലിങ്ങളുടെയും തുർക്കികളുടെയും ഈ ഉസ്മാനി ഭരണകൂടത്തിൻ്റെയും വ്യാപനം കൂടുതൽ ചരിത്ര വിവരണങ്ങളിലേക്കും പണ്ഡിതന്മാരുടെയും ആവശ്യകത രൂപപ്പെട്ടതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ 15-ാം നൂറ്റാണ്ട് മുതൽ നിരവധി പണ്ഡിതന്മാരെക്കുറിച്ച് നമുക്ക് ചരിത്ര രചനകളിലും അല്ലെങ്കിൽ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിലും പേരുകൾ പരാമർശിക്കപ്പെടുന്നതെന്ന് പിന്നീടുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിലെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ് താഷ്കോപ്രു അഹമ്മദ് എഫന്തി. 1494 ജനിക്കുകയും 1561, അതായത് ഈ ഒരു കാലഘട്ടം ശ്രദ്ധിക്കുക, അത് സൽത്തനത്തിൽ നിന്ന് ഉസ്മാനി ഖിലാഫത്തിലേക്ക് 1522 പശ്ചാത്തലം അതിനുശേഷം വളരുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സൽത്തനത്തിൽ നിന്ന് മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഖിലാഫത്ത് ലോകം മുസ്ലിങ്ങളുടെ ഖലീഫയായി മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കും അവരുടെ ഹിജാസ് അടക്കമുള്ള നോർത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ് അടക്കമുള്ള ഭാഗങ്ങൾ മുഴുവനും ഖിലാഫത്തിൻ്റെ കീഴിലേക്കും വരുന്ന ഒരു ഭാഗത്ത് വിശാലമായൊരു ലോകം രൂപപ്പെടുകയും ആ ലോകത്തിൻ്റെയും കൂടി ചരിത്രം എഴുതുന്ന ഒരു സാഹചര്യത്തിലേക്കും കൂടി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് 15-ാം നൂറ്റാണ്ട് മുതലുള്ള പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ, പേരുകളും വിശദീകരണങ്ങളും ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് മുസ്തഫ ബിൻ അഹമ്മദ് അലി എന്ന് വിളിക്കുന്ന 1541 ജനിക്കുകയും 1600 മരണമടയുകയും ചെയ്യുന്ന പണ്ഡിതൻ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് ഒട്ടോമൻ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സിൽ, രചനകളിൽ മധ്യകാല ഉസ്മാനി ചരിത്രകാര പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് കാത്തിബ് ചെലബി എന്ന് വിളിക്കുന്ന 1609 ജനിക്കുകയും 1657 മരണമടയുകയും ചെയ്യുന്ന പണ്ഡിതൻ. ഇദ്ദേഹത്തിൻ്റെ നിരവധി രചനകളും ഇന്നും ലഭ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഉസ്മാനികളുടെയും അതുപോലെ തന്നെ ഖിലാഫത്തിലേക്കുള്ള വളർച്ചയും അവിടെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് വികാസങ്ങളും അവിടെയുള്ള പണ്ഡിത വൈജ്ഞാനിക വ്യവഹാരങ്ങളെക്കുറിച്ചും ഉസ്മാനികളുടെ സമുദ്ര യാത്രകളെക്കുറിച്ചും വിവിധ ഭാഗങ്ങൾ കീഴടക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെല്ലാം രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് കാത്തിബ് ചെലബി എന്ന് വിളിക്കുന്ന പണ്ഡിതൻ.
അതുപോലെ തന്നെ ഉസ്മാനികളുടെ വൈജ്ഞാനിക വ്യവഹാരങ്ങൾ സാധാരണ ഏഷ്യൻ അറബ് ഭാഗത്തെ പണ്ഡിതന്മാരിൽ നിന്ന് കവിഞ്ഞ് മറ്റു ചില മേഖലകളിലേക്കും കൂടി അവർ കൈവെക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതാണ് കാർട്ടോഗ്രഫി, ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സമുദ്രയാത്രകളും ഓഷനോഗ്രഫിയുമായി ബന്ധപ്പെട്ട നിരവധി രചനകളും അവർ ആ വിഷയം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരെ നമുക്ക് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് ഇത് ഉസ്മാനി അല്ലെങ്കിൽ അബ്ബാസി അമവി ചരിത്രത്തിലും സൗത്ത് ഏഷ്യൻ ചരിത്രത്തിലും വളരെ കുറച്ച് പേരാണെങ്കിൽ, എന്നാൽ ഈ ഓഷനോഗ്രഫിയും അതുപോലെ തന്നെ കാർട്ടോഗ്രഫിയുമായിട്ടുള്ള ആ മേഖലകളിൽ ഉസ്മാനി പണ്ഡിതന്മാർ നിരവധി പേരുകൾ നമുക്ക് കാണുവാൻ കഴിയും. കാരണം കരഭാഗം എന്നതുപോലെ തന്നെ കടൽ മേഖല, സമുദ്രമേഖല ഉസ്മാനികളുടെ പ്രധാനപ്പെട്ട ആധിപത്യം ഉറപ്പിച്ചിരുന്ന പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മെഡിറ്ററേനിയൻ കടൽ തീരങ്ങൾ, അതുപോലെ തന്നെ ജിബ്രാൾട്ടർ കടൽ തീരങ്ങൾ, ഏഷ്യൻ്റെ വിവിധ ഭാഗങ്ങൾ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ടുള്ള ഉസ്മാനികളുടെ ബന്ധം, അതുപോലെ തന്നെ ഈ നമ്മുടെ സൗത്ത് ഏഷ്യയുമായിട്ടുള്ള ഉസ്മാനികളുടെ ബന്ധം, ആഫ്രിക്കൻ തീരങ്ങളുമായിട്ടുള്ള ബന്ധം, അങ്ങനെ നിരവധി ഭാഗങ്ങളിലെല്ലാം ഉസ്മാനികൾ മുസ്ലിം രാഷ്ട്രങ്ങളുമായും ബന്ധമുണ്ടാക്കുകയും അല്ലെങ്കിൽ അവരെ തങ്ങളുടെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തതിൻ്റെ ഫലമായി അവിടെയെല്ലാം നിരവധി യാത്ര നടത്തിയ പണ്ഡിതന്മാരും സമുദ്രയാത്രികരും അവരുടെ ഓർമ്മക്കുറിപ്പുകളും അതിലൂടെ അവർക്ക് ലഭിച്ച അനുഭവ പരിചയങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട പണ്ഡിതരാണ് ഒന്ന് പീർ റയീസ്, അതുപോലെ തന്നെ ഔലിയ ചലബി. കാത്തിബ് ചലബി വേറെയാണ്, ഔലിയ ചലബി വേറെയാണ്. ഈ ഔലിയ ചലബിയും ഇതേപോലെ നിരവധി കാർട്ടോഗ്രഫിയുമായി ബന്ധപ്പെട്ടും ഓഷനോഗ്രഫിയുമായി ബന്ധപ്പെട്ടും സമുദ്രയാത്രകളെക്കുറിച്ചുമുള്ള രചനകൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സയ്യിദ് അലി റയീസ് എന്ന് വിളിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതൻ. ഈ സയ്യിദ് അലി റയീസിയൊക്കെയാണ് കൊളംബസുമായി ബന്ധപ്പെട്ട അയാളുടെ യാത്രകളും വിശദീകരണങ്ങളും എല്ലാം തുർക്കിക്ക് പേർഷ്യൻ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പണ്ഡിതന്മാരിൽ ഒരാൾ. അതുപോലെ തന്നെ മുത്തറഖ്ചി നസുഫ് എഫന്തി എന്ന് വിളിക്കപ്പെടുന്ന കാർട്ടോഗ്രഫിയിൽ അതികായകനായ ഒരു പണ്ഡിതനെയും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ ഏകദേശം മധ്യകാലഘട്ടം 1880 വരെയെങ്കിലും പണ്ഡിതന്മാരുടെ ഒരു പേരുകൾ നമുക്ക് ഉസ്മാനിയ ഖിലാഫത്തിൽ തന്നെ പരാമർശിക്കുന്നത് കാണുവാൻ കഴിയുന്നു. പിന്നീട് അതല്ലാതെ തന്നെ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ എന്തുകൊണ്ടാണ് തുർക്കിഷ് സ്കോളേഴ്സ് തങ്ങളുടെ പേര് പരാമർശിക്കാത്തത് എന്ന് പിന്നീടുള്ള രചനകൾ നമുക്ക് കാണുവാൻ കഴിയും. അതായത് പ്രമുഖ അറബ് ചരിത്രകാരനായിരുന്ന ആൽബർട്ട് ഹുറാനി ഏകദേശം 1798 മുതൽ 1939 വരെയുള്ള കാലഘട്ടത്തിലെ ചിന്തകളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അറബിക് തോട്ട് ഇൻ ദ ലിബറൽ ഏജ് എന്ന് പറയുന്ന ഒരു രചന അദ്ദേഹം എഴുതിയിരുന്നു. അതിൽ പലരും ഉസ്മാനി പൗരന്മാരായിട്ട് പോലും അവരുടെയൊക്കെ അറബിക് ചിന്ത എന്ന രീതിയിലാണ് അദ്ദേഹം പരാമർശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്മായിൽ കാരനെ പോലുള്ള അല്ലെങ്കിൽ ഷെരീഫ് മർദീനെ പോലുള്ള പണ്ഡിതന്മാർ ഈ അറബികളായ ആൾക്കാർക്ക് ഉസ്മാനികളോട് ശക്തമായ ഒരു വിരോധമുണ്ടായിരുന്നെന്നോ ഒരു റേസിസ്റ്റ് മനോഭാവം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വായനകൾ പോലും പിന്നീട് ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി മേഖലകളിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അവരുടെ ജിയോഗ്രഫി ആവട്ടെ, കാർട്ടോഗ്രഫി ആവട്ടെ, ഓഷനോഗ്രഫി ആവട്ടെ, അതുപോലെ തന്നെ ഗണിതശാസ്ത്രം പോലുള്ള മേഖലകളാവട്ടെ, അവിടെയെല്ലാം ഇവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. മെഹമ്മദ് സില്ലിനെ പോലുള്ള ആൾക്കാർ, മുസ്തഫ ബിൻ അലി അൽ മുറക്കത്തിനെ പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ മുമ്പത്തെ മംഗോളിയൻ ഭാഗത്ത് ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന ഭരണാധികാരിയും കൂടിയായിരുന്ന ഉലുഗ് ബേഗിൻ്റെ കാഴ്ചപ്പാടുകൾ തെറ്റാണ് എന്ന് വിശദീകരിച്ച അതായത് ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഉലുഗ് ബേഗ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തെറ്റാണെന്ന് സമർപ്പിച്ച തഖീദ്ദീൻ മുഹമ്മദ് മാക്കഫ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അതുപോലെ തന്നെ അഹമ്മദ് മുഹീദ്ദീൻ പീരി റയീസ് എന്ന് വിളിക്കുന്ന നേരത്തെ പരാമർശിച്ച പണ്ഡിതൻ, ഇവരെല്ലാം ഈ വിവിധ മേഖലകളിലും ഇസ്ലാമിൻ്റെ ഒരു മുസ്ലിം എന്ന പൊസിഷൻ സ്വീകരിച്ചുകൊണ്ട് തന്നെ എന്നാൽ സയൻസ്, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ഈ വ്യത്യസ്ത മേഖലകളിലെല്ലാം ഒരു സംഭാവനകൾ അർപ്പിച്ച പണ്ഡിതന്മാരും കൂടിയാണ്. അതിൻ്റെ കൂടെ ദമാദ് അലി പാഷ, നഹ്വ ഷഹർ അലി ഇബ്രാഹിം പാഷ, ഹെക്കിമോഗുലു അലി പാഷ എന്നിവരുടെയും കോൺട്രിബ്യൂഷനും കൂടി നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ സ്വാഭാവികമായും
ഈ ഒരു ചർച്ചയിൽ പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് നമ്മളുടെ സ്വന്തം സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ. 1800 അവസാനം 50-കൾക്ക് ശേഷം അദ്ദേഹത്തെ ഇവിടുന്ന് നാടുകടത്തുകയും പിന്നീട് അദ്ദേഹം അറബ് നാടുകൾ പോവുകയും അവിടെ ഉസ്മാനികളുടെ തന്നെ ഒരു ഗവർണറായി എന്ന രീതിയിൽ അവരുടെ ഉസ്മാനികളുടെ സപ്പോർട്ടോടുകൂടി ആ ഭാഗത്ത് യമൻ പോലുള്ള ഭാഗങ്ങളിൽ ഭരിക്കുകയും പിന്നീട് അവസാനം സുൽത്താൻ അബ്ദുൽ ഹമീദ് സെക്കൻഡ് അദ്ദേഹത്തെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അഡ്വൈസർമാരിൽ ഒരാളായി മാറുകയും ചെയ്യുന്ന ചരിത്രവും കൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന, കേരളത്തിലെ തന്നെ ജിഹാദി വികാരം ആൾക്കാർക്ക് ആവേശം നൽകിയ പണ്ഡിതനായിരുന്ന മമ്പുറം തങ്ങൾ പോലും ഉസ്മാനികൾക്കിടയിൽ ഒരു പണ്ഡിതനായും കൂടി പരിഗണിക്കേണ്ട അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. അതല്ല തന്നെ ഉസ്മാനികളുടെ ചരിത്രത്തിൽ മറ്റു ചില വിഭാഗങ്ങളും കൂടി ഉണ്ടാവുന്നുണ്ട്. അത് രണ്ട് പ്രധാനപ്പെട്ട ഘടകമാണ്. 1800-കൾക്ക് ശേഷം അല്ലെങ്കിൽ 900-യുടെ അടുത്തും ഉണ്ടാവുന്ന ഭാഗമാണ് യങ് ഒട്ടോമൻസും അതുപോലെ തന്നെ യങ് ടർക്സും. യങ് ഒട്ടോമൻസ് എന്ന് പറയുന്നത് യുവ ഒട്ടോമൻസ് എന്നുള്ള പേരിലും അതുപോലെ തന്നെ യുവ തുർക്കി എന്ന് പറയുന്നതും രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. യങ് ഒട്ടോമൻസിൻ്റെ ഒരു പ്രത്യേകത, അവർ മഹാപണ്ഡിതന്മാരായിരുന്നു പലരും. പക്ഷേ അവർ ഒരു നാഷണലിസ്റ്റ് ഫീലിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയും എന്നാൽ ഉസ്മാനികളുടെ ആ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത പണ്ഡിതന്മാരാണ്. പ്രധാനമായും നാമിക് കമാലിനെ പോലുള്ള, അതുപോലെ തന്നെ ഇബ്രാഹിം ഷനാസി, സിയ പാഷ, മിദ്ഹത് പാഷ, അലി സുആവിയെ പോലുള്ള പണ്ഡിതന്മാർ. ഇവർ ഒട്ടോമൻ ഖിലാഫത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും അംഗീകരിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവിടെ പരിഷ്കരണവും കൂടുതൽ ആവശ്യമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. രണ്ടാമത്തെ വിഭാഗമാണ് യുവ തുർക്കി എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ. അവിടെ നമുക്കറിയാവുന്നതുപോലെ സിയ ഗോക്കാൽപ്പാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് ആധുനിക തുർക്കിയുടെ രൂപീകരണത്തിലേക്കൊക്കെയും പിന്നീട് പോകുന്നതെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ വേറെയും പേരുകൾ ഇവരുടെ ഒരു ചരിത്ര മേഖലയിൽ നമുക്ക് കാണുവാൻ കഴിയും. തസവുഫ് പ്രധാന ഭാഗമായി മാറുന്നുണ്ട്. അതിൽ ഇഷ്കന്ദർ നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ തന്നെ സബ് ബ്രാഞ്ചായ ഇന്ത്യയിൽ രൂപപ്പെട്ട സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ആ സൂഫി സിൽസില, അത് പിന്നീട് മുജദ്ദിദിയ സിൽസില എന്ന പേരിൽ അറിയപ്പെടുകയും ഈ മുജദ്ദിദിയ സിൽസില പിന്നീട് ഇന്ത്യയിലേക്കാളും അധികം സെൻട്രൽ ഏഷ്യൻ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഭാഗത്തേക്ക് വ്യാപിക്കുകയും അതിന് പിന്നീട് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദി. അദ്ദേഹത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ സംസാരിക്കുന്നതാണ്. ഷെയ്ഖ് ഖാലിദുൽ ബാഗ്ദാദി മുജദ്ദിദിയ സിൽസിലയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഷെയ്ഖായി ആ ഭാഗത്ത് മാറുന്നുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടി ഒരു ആധുനികമായ തുർക്കിയുടെ വികാസത്തിലേക്കും അല്ലെങ്കിൽ ആധുനിക തുർക്കിയിലെ ഇസ്ലാമിക നവജാഗരണത്തിലും വിവിധ മേഖലകളിൽ, ആത്മീയമായ മേഖലകളിലാവട്ടെ, സയൻസിൻ്റെ ഒരു ആധിക്യം തുർക്കി ഖിലാഫത്തിൻ്റെ ഭാഗത്തുണ്ടാവുകയും അവിടെ മോഡേണിറ്റിയുടെ ശക്തമായ സ്വാധീനം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ വിശ്വാസവും സയൻസും ചേർത്ത് കൊണ്ടുപോകുന്ന, അതിനെ കൂടുതൽ മാസിലേക്ക്, പൊതുജനങ്ങളിലേക്ക് കൂടുതൽ സുന്ദരമായി വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രയത്നം ഏറ്റെടുത്ത പണ്ഡിതനാണ് ബദിഉസ്സമാൻ സയ്യിദ് നൂർസി. അദ്ദേഹത്തിൻ്റെ റിസാലെ നൂർ എന്ന് പറയുന്ന രചനകൾ അത് ആധുനിക തുർക്കിയുടെ തന്നെ ഈ സെക്യുലറിസ്റ്റ്, കെമാലിസ്റ്റ്, മോഡേണിസ്റ്റ്, വെസ്റ്റേണൈസേഷൻ പ്രൊജക്റ്റിൻ്റെയൊക്കെയും നടുവിൽ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഒരു ഇസ്ലാമിക ഊർജവും ഈമാനിക ആവേശവും നൽകിയത് അദ്ദേഹത്തിൻ്റെ രചനകളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും കുറിച്ചുമുള്ള ചർച്ചകൾ ഈ ഒരു ആധുനിക തുർക്കിയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ലേറ്റർ പീരീഡിനെ കുറിച്ചുള്ള ചർച്ചകളും അദ്ദേഹത്തിൻ്റെ പേരും കൂടുതൽ പരാമർശിക്കേണ്ടതുണ്ട്. അതുപോലെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് ഷെയ്ഖ് സാഹിദ് കോത്കു. ഷെയ്ഖ് സാഹിദ് കോത്കു എന്ന് പറയുന്നത് ആധുനിക തുർക്കിയുടെ ഒരു രാഷ്ട്രീയ വിപ്ലവം എന്ന് പറയുന്നത് ഒരു മുസ്ലിം രാഷ്ട്രീയ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത പണ്ഡിതനാണ് ഷെയ്ഖ് സാഹിദ് കോത്കു. അദ്ദേഹം നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ഇഷ്കന്ദർ പാഷ എന്ന് പറയുന്ന ഒരു സബ് ബ്രാഞ്ച് ഉണ്ട്, അതിൻ്റെ ഷെയ്ഖാണ് അദ്ദേഹം. പക്ഷേ ആ ഒരു നമ്മൾ സാധാരണ ധരിക്കുന്ന ഒരു സൂഫി ഡൈമെൻഷൻ അല്ല ഉസ്മാനി തുർക്കി ചരിത്രത്തിലെ സൂഫി ഡൈമെൻഷൻ.
ഹൈലി രാഷ്ട്രീയമായി കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ചരിത്രമാണ് നമുക്ക് തുർക്കിയിൽ സൂഫികളെ കുറിച്ചുള്ള ചരിത്രം നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷേഖ് സാഹിദ് കോത്കു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഷേഖായി മാറുകയും അതിനുശേഷം നജ്മുദ്ദീൻ അർബക്കാൻ, മുൻ പ്രധാനമന്ത്രിയായിരുന്ന നജ്മുദ്ദീൻ അർബക്കാനെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരെയും, പ്രത്യേകിച്ച് എർദുഗാൻ അടക്കം ഈ ഷേഖ് സായിദ് കോത്കുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ സ്ഥിരമായി സംവദിക്കുന്ന ആൾക്കാരായിരുന്നു. ഇവരെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ടാണ് 1970കളിൽ പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുവാൻ പറയുകയും അങ്ങനെ തുർക്കിയിലെ ആദ്യത്തെ മുസ്ലിം ഡൈമെൻഷനുള്ള മില്ലി ഗോരുഷ് അല്ലെങ്കിൽ നാഷണൽ ഔട്ട്ലുക്ക് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ചിന്താധാര, മുസ്ലിം ചിന്താധാര, ഉസ്മാനി പൈതൃകത്തെ ഏറ്റെടുക്കുന്ന, തുർക്കിയിലെ മുസ്ലിം ഹെറിറ്റേജിനെ അംഗീകരിക്കുന്ന, മുസ്ലിം ട്രഡീഷനെ അത് ജീവിതത്തിൽ നിലനിർത്തണമെന്ന് വാദിക്കുന്ന, ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ ലോക മുസ്ലിം സമൂഹമായും ആധുനിക തുർക്കി രൂപപ്പെട്ടതിന് ശേഷം ലോക മുസ്ലിം സമൂഹമായിട്ടുള്ള ബന്ധം മുറിക്കപ്പെട്ടിരുന്നു. ഇത് കമാലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയമായിരുന്നു. വെസ്റ്റേൺ നാടുകളുമായും അമേരിക്കയുമായും അല്ലെങ്കിൽ യൂറോപ്യൻ നാടുകളുമായിട്ടുള്ള ശക്തമായ ബന്ധം നിലനിർത്തുക എന്നതിൻ്റെ പേരിലും അത് ഇസ്ലാമിനെ ഒഴിവാക്കുക, മുസ്ലിം നാടുകളുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കുക, വെസ്റ്റ് ലുക്ക് പോളിസി എന്ന് പറയുന്ന ഒരു പോളിസി രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനെയൊക്കെ തിരുത്തുക എന്നുള്ള അർത്ഥത്തിലും കമാലിസ്റ്റ്, സെക്കുലറിസ്റ്റ് ഒരു ചിന്താധാര, ഒരു ഫ്രെയിംവർക്ക് രാഷ്ട്രത്തിൽ രൂപപ്പെട്ടതിനെ അതിനെ ഒരു മുസ്ലിം ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് ചെറുക്കുക എന്നുള്ള അർത്ഥത്തിലും കൂടിയാണ് മില്ലി ഗോരുഷ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് രൂപപ്പെടുന്നത്. അതിന് പ്രധാനമായും ചാൺ വലിച്ചത് അത് ഷേഖ് സാഹിദ് കോത്കു ആണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവിടുത്തെ രാഷ്ട്രീയ രീതികളൊക്കെ ഉയർന്നു വന്നത്. ഷേഖ് സായിദ് കോത്കുവിൻ്റെ ചിന്തകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചും നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദമായി സംസാരിക്കുന്നതാണ്. അതിൻ്റെ കൂടാതെ നമ്മൾ പരാമർശിക്കേണ്ട വിവിധ പേരുകളുണ്ട്. ഹൈമൻ പോലുള്ള ഷേഖ് സുലൈമാൻ പോലുള്ള നിരവധി പണ്ഡിതന്മാരും ഉസ്മാനികളുടെ ചരിത്രത്തിൽ പരാമർശിക്കേണ്ട പേരാണ്. അതിൻ്റെ കൂടെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വിവാദ നായകനായ മുഹമ്മദ് ഫത്തുള്ള ഗുലൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും നമ്മൾ വിശദമായ ചർച്ചയിൽ വരുത്തുന്നതാണ്. ഇതിൻ്റെ കൂടെ തുർക്കിയുടെ ശാസ്ത്രീയ മേഖലകളിൽ ഒരുപക്ഷെ ഒരു മൾട്ടിഫേസറ്റഡ് പേഴ്സണാലിറ്റി എന്ന നിലയിൽ തുർക്കിയുടെ ഒരു രാഷ്ട്രീയം, തുർക്കിയുടെ ശാസ്ത്ര ചരിത്രം, തുർക്കിയുടെ ഒരു മുസ്ലിം പണ്ഡിതന്മാരുടെ ചരിത്രം എന്നതൊക്കെ രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഫുആദ് സെസ്കിൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം. 1924 ജനിക്കുകയും 2018 മരണമടയുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ നിരവധി കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഏകദേശം 17ഓളം വാളിയംസ് തന്നെ എൻസൈക്ലോപീഡിയ അദ്ദേഹം ഈ തുർക്കിയിലെയും ഉസ്മാനികളെയും കുറിച്ചും അല്ലെങ്കിൽ മുൻഭാഗത്തുള്ള ഇസ്ലാമിക ശാസ്ത്രീയ ചരിത്രത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ പണ്ഡിതനാണ്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ശാസ്ത്രീയ ആയുധങ്ങളെക്കുറിച്ചും അവരുടെ എക്യുപ്മെൻസിനെ കുറിച്ചും ഉപകരണങ്ങളെയെല്ലാം അതിൻ്റെ റെപ്ലിക്ക ഉണ്ടാക്കുകയും അതിൻ്റെ മ്യൂസിയം തന്നെ രൂപീകരിക്കുകയും ചെയ്ത ആളാണ് ഫുആദ് സെസ്കിൻ. അദ്ദേഹത്തെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു സാമ്പ്രദായിക ഇസ്ലാമിക വൈജ്ഞാനിക മേഖലകൾ, അതിൻ്റെ ഫിഖ് ആവട്ടെ, ഹദീസ് ആവട്ടെ, ഈ വിവിധ മേഖലകളാവട്ടെ, അതിൻ്റെ കൂടെ തന്നെ ശാസ്ത്രീയ മേഖലകൾ, അതിൽ പ്രത്യേകിച്ച് മിലിറ്ററിയുമായി ബന്ധപ്പെട്ട മേഖലകൾ, അവിടെയുള്ള വികാസങ്ങൾ, അതിന് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാർ, മീമാർ സിനാനെ പോലുള്ള ഒരു ആർക്കിടെക്ചർ മേഖലകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ പണ്ഡിതന്മാർ, പിന്നീട് ഷെയ്ഖുൽ ഇസ്ലാം പൊസിഷനിൽ നിന്ന അക്ഷംസുദ്ദീനെ പോലുള്ള മുല്ല ഫെനാരിയെ പോലുള്ള പണ്ഡിതന്മാർ, അതിനുശേഷം ആധുനിക കാലത്തേക്ക് വരുമ്പോൾ ഷെയ്ഖ് ഖാലിദ് ബാഗ്ദാദി, ഷെയ്ഖ് സായിദ് കോത്കു, ദുഹൈമൻ, ഷെയ്ഖ് സുലൈമാനും, അതുപോലെ തന്നെ ബദിയുസ്സമാൻ സയ്യിദ് നൂർസിനെ പോലുള്ളയും, അതുപോലെ തന്നെ ഫത്തുള്ള ഗുലനെ പോലെയുള്ള പണ്ഡിതന്മാർ ആധുനിക തുർക്കിയുടെ ഒരു ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പണ്ഡിതരാണ്. ഇവരുടെ ചർച്ചകളും ഇവരുടെ രചനകൾ പോലും മലയാളത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ മലയാളത്തിൽ വേണ്ട രീതിയിൽ ബാക്കിയുള്ള പണ്ഡിതന്മാർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു റെലവൻസ്, പ്രസക്തിയും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു സ്റ്റഡി സീരീസിൻ്റെ, ഈ ഒരു കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ
അവരുടെ രചനകളോ അല്ലെങ്കിൽ അവരുടെ ചർച്ചകളോ അവരുടെ ചിന്തകളോ കേരളത്തിൽ നമ്മൾക്കിടയിൽ ശക്തമായ സ്വാധീനമുണ്ടാവുകയും അവരെക്കുറിച്ചും നമ്മുടെ സിലബസുകളിലേക്ക് വരികയും ചെയ്യേണ്ടതുണ്ട്. ലോക മുസ്ലിങ്ങളും ലോക മുസ്ലിം സ്ഥാപനങ്ങളും ഉസ്മാനികളുടെയും അവരുടെ പണ്ഡിതന്മാരെക്കുറിച്ചും വിശദമായ തന്നെ തരത്തിലുള്ള പ്രത്യേകം ഒരു പരാമർശം തന്നെ വേണ്ടതുണ്ട്. നമ്മൾ ഗോൾഡൻ ഏജ് എന്ന് വിളിക്കപ്പെടുന്ന അബ്ബാസി ഖിലാഫത്തിൻ്റെ ചരിത്രം അതേ ഉള്ളതുപോലെ തന്നെ 16, 18, 19 നൂറ്റാണ്ടുകളിലെ ചരിത്രം ഉസ്മാനികളുടെയും ഗോൾഡൻ ഏജുകൾ തന്നെയായിരുന്നു. അവിടെയും നിരവധി പണ്ഡിതന്മാർ അവർക്കിടയിലും ഉയർന്നു വന്നിരുന്നു. അത് അവരുടെ സ്ത്രീകൾ പോലും നിരവധി പണ്ഡിതന്മാരുണ്ടായിരുന്നു. സ്ത്രീകളായ വിവിധ ഫിസീഷ്യന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അവർ നഴ്സുമാർ, അവരുടെ ഫിസീഷ്യൻ, നഴ്സ്, ഡോക്ടേഴ്സ് അടക്കമുള്ള വിവിധ മേഖലകളിലും സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ ഹോസ്പിറ്റലിൻ്റെ സീരീസ് പോലും ഒരു ചെയിൻസ് ഹോസ്പിറ്റൽസ് ഉസ്മാനികൾ ഉണ്ടാക്കിയിരുന്നു. ആ മേഖലകളിലെല്ലാം വളരെ അഗ്രഗണ്യരായ പണ്ഡിതന്മാരെ, ഡോക്ടേഴ്സിനെ അവർ ഉസ്മാനി ഖലീഫമാർ നിയോഗിച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ വിവിധ മേഖലകൾ, മെഡിസിൻ ആവട്ടെ, ജിയോഗ്രഫി, ഹിസ്റ്ററി, ഇസ്ലാമിക് സ്റ്റഡീസ് അടക്കം വിവിധ മേഖലകളിലെല്ലാം ഉസ്മാനികൾ അവരുടെ പണ്ഡിതന്മാരെ വളർത്തുകയും അവർക്ക് വേണ്ടത്ര തരത്തിലുള്ള പാട്രണേജ് നൽകുകയും അവർക്ക് ഫണ്ടിങ് നൽകുകയും സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുകയും കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ഭാഗങ്ങളിലെല്ലാം ഇസ്ലാമിക ഒരു വിദ്യാഭ്യാസ വ്യാപനത്തിനും അങ്ങോട്ട് ഉസ്താദന്മാരെ അയക്കുകയും അതിനു പറ്റിയ ഉസ്താദന്മാരെ, അതായത് അധ്യാപകരെ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രവും കൂടി, വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രവും കൂടി നമുക്ക് ഉസ്മാനികളുടെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അങ്ങനെ നിരവധി മേഖലകളിൽ ഒരുപാട് പണ്ഡിതന്മാരുടെ അവരുടെ വൈജ്ഞാനിക വ്യവഹാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഖിലാഫത്തിൻ്റെ ചരിത്രവും കൂടിയാണ് ഉസ്മാനി ഖിലാഫത്ത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.